ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് വിശുദ്ധ സ്നാപക യോഹന്നാന്റെ തിരുനാളാണ്. കർത്താവിനെ പരിചയപ്പെടുത്തുവാനും അവൻ്റെ ശബ്ദമായി തീരാനും അവന് മുമ്പേ അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം നൽകാനുമൊക്കെ നിയോഗിക്കപ്പെട്ട് ദൈവം ഭരമേൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം കൃത്യതയോടെ നിറവേറ്റി വിടവാങ്ങുന്ന സ്നാപക യോഹന്നാനെ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. തൻ്റെ ദൗത്യമെല്ലാം പൂർത്തീകരിച്ചപ്പോൾ ധാർമ്മികമായി ഒരു പ്രവാചകന്റെ റോള് നിറവേറ്റിക്കൊണ്ട് കടന്നു പോകുന്ന വഴികളിൽ സ്നാപകൻ പിടഞ്ഞു വീഴുന്നത് നമ്മൾ ഇന്ന് വചനത്തിലൂടെ കാണുക. ദൈവവചനത്തിന് കുരുക്കിടാനാകില്ല എന്നും സത്യത്തെ മൂടിവെക്കാനാകില്ല എന്നും കൃത്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാന തുള്ളി ചോരയും സത്യത്തിനും നീതിക്കും വേണ്ടി ചിന്തിയിട്ട് കടന്നു പോകുന്ന സ്നാപകൻ. ഹെറോദോസിൻ്റെ ഭാര്യ അവളെ മാറ്റി നിർത്തി മറ്റൊരുവളെ, സഹോദരൻ്റെ ഭാര്യയെ സ്വന്തമാക്കിയ ഹെറോദോസിനെതിരെ ചൂണ്ടുവിരലുമായിട്ട് നിൽക്കുന്ന സ്നാപകനുണ്ട്. നിന്റെ ചെയ്തികൾ തെറ്റാണ് എന്ന് രാജാവിൻ്റെ മുഖത്ത് നോക്കി പറയാൻ തൻ്റെ ഇടം കാണിച്ചു. ഫിലിപ്പോസിൻ്റെ ഭാര്യയായ ഹെറോദിയോയ്ക്ക് ഇതിന് അദ്ദേഹത്തോടുണ്ടായിരുന്ന അമർഷവും കോപവും പകയുമെല്ലാം കൃത്യതയോടെ അവൾ ഉപയോഗിക്കുകയാണ്. ഹെറോദോസിൻ്റെ രാജാവിൻ്റെ ജന്മദിനത്തിൽ അവൻ്റെ അതിഥികൾക്ക് മുമ്പിൽ നൃത്തം ചവിട്ടിയ സലോമിയെ എന്തും തരാമെന്നുള്ള അവളുടെ വാക്കിനെ കൃത്യതയോടെ ഉപയോഗിക്കുന്ന അമ്മ ഹെറോദിയ. സ്നാപകന്റെ ശിരസ് വെള്ളിത്താലത്തിൽ അവൾ ആവശ്യപ്പെട്ടു. പാടില്ലാത്ത കാര്യം, ചെയ്യാൻ പാടില്ലാത്ത കാര്യം, അനാവശ്യമായി കാണിച്ച തൻ്റെ ഇടത്തിൻ്റെ പേരിൽ മുറിച്ചെടുക്കപ്പെടേണ്ടി വരുന്ന ഹെറോദോസിൻ്റെ ചിത്രം. സത്യത്തിൻ്റെ നീതിയുടെ പ്രവാചകനെ കഴുത്തറത്ത് കൊല്ലുന്ന രാജനീതി. പ്രിയപ്പെട്ടവരെ, സത്യത്തിന് വേണ്ടിയിട്ട് അവസാനം വരെ നിലനിന്നു എന്നതാണ് സ്നാപകൻ്റെ വിജയം. നമ്മുടെയൊക്കെ മുമ്പിൽ സ്നാപകന് ഉയർത്തുന്ന വെല്ലുവിളിയും അത് തന്നെയാണ്. കർത്താവിൻ്റെ മകനായി, മകളായി, വിശ്വാസിയായി സഭയിൽ നീ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ ശിഷ്യനാണ് നീ എന്ന് അഭിമാനിക്കുന്നുണ്ട് എങ്കിൽ നീതിബോധമുള്ളവരായി തീരാൻ ഈശോ ആവശ്യപ്പെടുന്നു. സത്യത്തിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കാൻ ആവശ്യപ്പെടുന്നു. കോംപ്രമൈസ് ചെയ്യുന്ന, അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വിശ്വാസമല്ല. അവൻ്റെ സുവിശേഷത്തിന് ദൂത് ലോകത്തിൻ്റെ എല്ലാ അറ്റത്തും എത്തിക്കുവാനുള്ള നിൻ്റെ ദൗത്യം. ആരെയും മാറ്റി നിർത്താതെ നിൻ്റെ നന്മയുടെ മേഖലകൾ അവരനായി തുറന്നു കൊടുക്കാനുള്ള ദൗത്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ഈ ദിവസം ധന്യമാകട്ടെ. വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.